വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ പറയും, ജയിക്കാൻ നമ്മൾ നടത്തുന്ന എഫേർട്ടിനേക്കാൾ സംതൃപ്തി ജയിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ടിനുണ്ട്. അങ്ങനെ നിർദ്ദേശം പാർട്ടി തന്നെയാണ് തന്നത്. പാർട്ടിയിൽ എല്ലാവരും അത്തരം റോളുകൾ ഭംഗിയായി വഹിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു കളക്റ്റീവ് എഫേർട്ടായിരുന്നു. ഇപ്പോഴത്തെ KPC മാത്രമല്ല, ഇപ്പോൾ സുധാകരേട്ടൻ്റെ സമയത്ത് തുടങ്ങിയ വർക്കുകൾ, മിഷൻ 25-ഉം 26-ഉം വയനാട്ടിലെ ക്യാമ്പും അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അദ്ദേഹം KPC പ്രസിഡന്റ് ആയപ്പോൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പ്രതിപക്ഷ നേതാവ് 2021 മുതൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ പാർട്ടിയുടെയും മുന്നണിയുടെയും വിജയത്തിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, നിയമസഭക്കകത്തും പുറത്തും നടത്തുന്ന ഫൈറ്റ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ യാത്ര ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലേ? KPC പ്രസിഡന്റ് ഒരു സിറ്റിംഗ് സീറ്റ് LDFൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഫൈറ്റ് ഉൾപ്പെടെ, ലോക്കൽ ബോഡിയിലെ മികച്ച വിജയം ഉൾപ്പെടെ അത്തരം കാര്യങ്ങളിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വം, ടീമായി KPCCയെ വർക്ക് ചെയ്യാൻ നടത്തിയ പ്രേരണ, ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം കേരളത്തിൽ ഉടനീളം നടത്തിയ യാത്രകൾ, ഗവൺമെന്റിനെതിരായി പറഞ്ഞ കാര്യങ്ങൾ, ജനങ്ങൾക്കൊപ്പം നിന്ന് നടത്തിയ പോരാട്ടങ്ങൾ, ശശി തരൂരിനെയും K മുരളീധരനെയും മുല്ലപ്പള്ളി രാമേന്ദ്രനെയും MS പോലുള്ള എല്ലാ സീനിയർ ലീഡേഴ്സും, മത്സരിക്കുന്നവരും മത്സരിക്കാത്തവരും, അവരെല്ലാവരും ഇതിനകത്തെടുത്തൊരു എഫേർട്ട്, ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷി ഇവിടെ ചുമതല എന്നുള്ള നിലക്ക് അവർ നടത്തിയൊരു അധ്വാനം, ഫുൾ ടൈം ഒരു കേരളേറ്റിനെ പോലെ അവരിവിടെ നടത്തി, അവരുടെ കൂടെയുള്ള ടീം, ACC ടീം, ശ്രീ KC വേണുഗോപാൽ, ഒരു കാലത്തും കേരളത്തിലെ ഒരു ഇലക്ഷൻ സിസ്റ്റത്തിന് കിട്ടാത്ത സപ്പോർട്ട് ഹൈക്കമാൻഡിൽ നിന്ന് കേരളത്തിന് കിട്ടുന്നതിന് കാരണക്കാരായി മാറി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, SIR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോഴല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും SIR ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹം കേരളത്തിലെ പാർട്ടി മുന്നണി ജയിച്ചു വരണം എന്നുള്ള നിലക്ക് അദ്ദേഹം നടത്തിയ ഇടപെടൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വരെയും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, രാഹുൽജിയും പ്രിയങ്കാജിയും നടത്തിയ ക്യാമ്പയിൻ, മറ്റു മുഖ്യമന്ത്രിമാർ വരെ ഈ സ്റ്റേറ്റിൽ. അപ്പം കേരളത്തിന്റെ ഇത്തവണത്തെ, അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാചകം, കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്ന മാറ്റം അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ UDFന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതിന് കാർഗേജി ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാധാരണ പ്രവർത്തകൻ, ഇതൊന്നും അല്ലാത്തൊരു പദവിയിലുമില്ലാതെ കേരളം ജയിക്കണം, UDF നയിക്കണമെന്ന് ആഗ്രഹിച്ച് പൊരുതിയ സാധാരണ പ്രവർത്തകൻ, നവമാധ്യമങ്ങളിൽ ഒരു അനുകൂല പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും വളഞ്ഞിട്ട് ആക്രമിക്കുമെന്ന് അറിഞ്ഞിട്ടും യാഥാർത്ഥ്യങ്ങളെ ഉറക്കെ വിളിച്ചു പറഞ്ഞ സൈബർ ഇടങ്ങളിലെ സാധാരണക്കാർ, എല്ലാത്തിലും ഉപരി ജനങ്ങൾ. ഞാൻ പറയുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. ഇതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കുമാണ് ഇതിന്റെ ക്രെഡിറ്റ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ അർഹിക്കുന്നതാണ്, അത് ചെയ്തു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഞങ്ങളുടെ. ഏതാ അല്ല, അപ്പം ഒരു കാര്യം നമ്മളെല്ലാവരും തത്വത്തിൽ അംഗീകരിക്കുകയാണ്, അടുത്ത മുഖ്യമന്ത്രി UDFന്റെയാണ്, കോൺഗ്രസിന്റെയാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് നമ്മൾ തത്വത്തിൽ അംഗീകരിക്കുന്നു. 2, അതാരാണെന്ന് ഈ പത്രസമ്മേളനം നടത്തുന്ന ഞാനോ പത്രസമ്മേളനത്തിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോ നമ്മുടെ ആരുടെയും തീരുമാനങ്ങളിലോ കമന്റുകളിലോ വരേണ്ടതോ വരുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ആ സമയത്ത് പാർട്ടിയുടെ രീതി അനുസരിച്ച് പാർട്ടി എടുക്കുന്ന തീരുമാനം അതെല്ലാവർക്കും ബാധകമാകും. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളതല്ലാതെ അതാരാവുമെന്ന് ഊഹിക്കാനോ ഊഹിച്ച് ചർച്ച നടത്താനോ ചർച്ചയുടെ ഭാഗമാവാനോ പങ്കാളികളാവാനോ നമ്മൾ ആരും ശ്രമിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അഭിപ്രായ പ്രകടനങ്ങളാണെന്ന് പറയാം. എന്തായാലും ഒരു കാര്യം ഷാഫിക്ക് പറയാൻ പറ്റും, ഈ ഇലക്ഷന് ശേഷം ജനത്തിന്റെ ഒരു മാൻഡേറ്റ് കിട്ടുന്നത് UDFനാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചൊരു തർക്കം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് പറയാൻ പറ്റും. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഒരു തർക്കവും ഇല്ലാതെ ഒരു ഏകശിലാ വിഗ്രഹം ഇതിനെല്ലാം അടക്കി ഭരിച്ച് മറിച്ചൊരു അഭിപ്രായമോ വേറൊരു ഒപ്പീനിയനോ വരാൻ പാടില്ലാത്ത ഇരുമ്പ് മറകളെ സൃഷ്ടിച്ചതിന്റെ പരാജയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPMന് ഉണ്ടാവാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു കവലയിലെ 8 ഹോർഡിങ്സിൽ 7ലും ഒരു മുഖം വന്നപ്പോ ഞാൻ ഈ നോക്കൌട്ട് പഞ്ചിന് ജനങ്ങൾക്ക് കരുത്തായത് അതും കൂടിയാണെന്ന് ഞാൻ പറയും. എല്ലാവരും വിചാരിക്കുന്നത് അത് CPMന്റെ പ്രചരണ ബോർഡുകളാണെന്ന്. പക്ഷെ ഞങ്ങളിപ്പോൾ റീഡ് ചെയ്യുന്നത് അത് അവരുടെ പരാജയത്തിനും കൂടെ കാരണമായിട്ടുള്ള ഞങ്ങളെ കൂടെ സഹായിച്ച പ്രചരണ ബോർഡുകളാണ്. ഞാനല്ലാതെ മറ്റാരുമില്ല, ഞങ്ങളല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതൊക്കെ വെല്ലുവിളികൾ. അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ചേർന്നതല്ല. നിങ്ങൾ കോൺഗ്രസിനെ
ഈ പറയുന്ന അഭിപ്രായങ്ങളുടെ പേരിൽ ജഡ്ജ് ചെയ്തിട്ട് അതെന്തോ ഒരു ദൗർബല്യമായിട്ട് അതിനെ കാണരുത്. അഭിപ്രായങ്ങൾ പറയാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അവസാനം പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കാനും എല്ലാവരും കൂടെ ശ്രമിക്കുന്ന, എല്ലാവരും കൂടെ തയ്യാറാവുന്ന ഒരു സിസ്റ്റം, ഒരു ജനാധിപത്യ സംവിധാനം, അതത്ര ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഒരാൾ കടലാസിൽ എഴുതി കൊണ്ടുവരുന്ന മന്ത്രിസഭയായിരിക്കില്ല, ഒരാൾ സ്വയം എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കില്ല, പാർട്ടി കൺസൾട്ട് ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. ആ തീരുമാനം എല്ലാവർക്കും ബാധകമായിരിക്കും. അതുൾപ്പെടെ പാർട്ടി തന്നെയാണല്ലോ തീരുമാനിക്കുക. പാർട്ടി തീരുമാനം എടുക്കും, ആ തീരുമാനം എല്ലാവർക്കും ബാധകമായിരിക്കും. പാർട്ടി തീരുമാനിക്കും. വാക്കുപയോഗിച്ചതിന് നന്ദി. UDFന്റെ മെറിറ്റ് കേരളം അനിവാര്യമായി ആഗ്രഹിക്കുന്ന മാറ്റങ്ങളിലേക്കാണ്. ഞങ്ങളൊരു ഭരണം മാറ്റിത്തരൂന്ന് മാത്രം പറഞ്ഞിട്ടല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മാറിയാൽ എന്ത് എന്നുള്ളത് കൂടെ ജനങ്ങളോട് പറയാൻ സാധിച്ചു. അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ജനങ്ങളോട് കൃത്യമായി ഗ്യാരണ്ടിയായി ജനങ്ങളുടെ മുമ്പിൽ അനൗൺസ് ചെയ്യാൻ സാധിച്ചു. ഓരോ മേഖലയിലും ഉണ്ടാവേണ്ട മാറ്റങ്ങളെ പഠിച്ചു പറഞ്ഞു, അവരുമായി കൺസൾട്ട് ചെയ്തു. ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പം മലയോര മേഖല, തീരദേശ മേഖല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല, ഇപ്പൊ കേരളം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ മെറിറ്റ് തന്നെയാണ്. രണ്ട് സൂചിപ്പിച്ചതുപോലെ ഈ ധിക്കാരം ധാഷ്ട്യമൊന്നും ഇനി വെച്ചു പുലർത്താൻ കഴിയില്ല. ഇപ്പൊ ശബരിമലയിൽ പോലും ഇത്ര വലിയ അഴിമതി നടത്തിയിട്ട് ആ പാർട്ടിക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കേണ്ടതില്ല എന്ന് തോന്നുന്ന തരത്തിൽ ഒരു പാർട്ടിയുടെ ധിക്കാരം മാറിയപ്പോൾ, ധാഷ്ട്യം മാറിയപ്പോൾ അതിനിഞ്ഞ് വെച്ചു പൊറുപ്പിക്കേണ്ടതില്ലെന്ന് ജനങ്ങളും തീരുമാനിച്ചു. മൂന്ന്, ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ കൂട്ടുകെട്ടുകൾ, ഒരു കാലത്തുമില്ലാത്ത ക്ലാരിറ്റി കുറവ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് CPM നേരിട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ. മറ്റേത് കുറെയൊക്കെ രഹസ്യമാക്കി വെക്കാനോ അല്ലെങ്കിൽ ഒരു മറ ഉപയോഗിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. ഇതെല്ലാം മറകളും പൊളിഞ്ഞു പോയി. BJPയുമായും SDPയും ഒക്കെ കൂട്ടുകൂടാൻ ഒരു മടിയില്ലാതെ SDPയെ പിന്തുണയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്ന് സ്ഥാനാർത്ഥികൾ, വർഗീയതയ്ക്കെതിരെ മത്സരിച്ച് ജയിച്ചു എന്ന് അവകാശപ്പെടുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ അവര് തന്നെ പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഭരണത്തിന് അഡിക്റ്റ് ആയതുപോലെയാണ് ഈ ഭരണ നേതൃത്വം പെരുമാറിയത്. ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ എത്തപ്പെട്ടതുപോലെ എവിടുത്തെ പിന്തുണ കിട്ടിയിട്ടാണെങ്കിലും ശരി ഒന്നും കൂടെ ഭരിച്ചേ തീരൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെയാണ് അവരുടെ ഭരണ നേതൃത്വം പെരുമാറിയത്. അത് അംഗീകരിക്കുന്നവരല്ല പാർട്ടിക്കാരും ഇടതുപക്ഷം എന്ന് സ്വയം വിളിക്കുന്ന മുഴുവൻ ആളുകളും. രാഹുൽ ഗാന്ധി പ്രചരണത്തിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു, കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹമുണ്ട്. UDF അധികാരത്തിൽ താങ്കൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജയിച്ചു വരുന്ന ഏതെങ്കിലും വനിതയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി തീരുമാനിക്കുമോ എന്ന് താല്പര്യം? അത് ഞാൻ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. ഇപ്പം ഇന്ന ആള് മുഖ്യമന്ത്രിയാവും, അദ്ദേഹം അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതിപ്പം പല മീറ്റിങ്ങുകളും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ സ്ട്രെങ്ത്, അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയണ്ടായി. അതൊരു കോൺഗ്രസിന്റെ ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ മുന്നോട്ട് വെച്ചതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് യാഥാർത്ഥ്യമാക്കാൻ താല്പര്യപ്പെടുന്ന ഒരു നേതൃത്വമാണ് രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ. അത് നടക്കേണ്ടതും നടക്കാവുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഈ ഇലക്ഷനിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതും പറയാൻ ഞാൻ ഇൻകോമ്പിറ്റന്റ് ആണ്.